കരുത്തുറ്റ വ്യോമസേനയുടെ നട്ടെല്ല് എന്ന് വിളിക്കപ്പെടുന്ന വിമാനങ്ങളാണ് അമേരിക്കയുടെ KC-135 സ്ട്രാറ്റോ ടാങ്കറുകൾ. വെറുമൊരു വിമാനമല്ല ഇത്. ആകാശത്ത് വെച്ച് യുദ്ധവിമാനങ്ങൾക്ക് ജീവൻ നൽകുന്ന പറക്കുന്ന പെട്രോൾ പമ്പുകളാണിവ. 150 ടണ്ണിലധികം ഭാരവും വഹിച്ച് മണിക്കൂറിൽ 800 കിലോമീറ്ററിലധികം വേഗതയിൽ പറക്കുന്ന ഈ ഭീമൻ വിമാനങ്ങൾ ഇല്ലെങ്കിൽ അമേരിക്കയുടെ പകുതിയിലധികം വ്യോമ നീക്കങ്ങളും അസാധ്യമാകും. F-35, F-16 തുടങ്ങിയ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ശത്രു രാജ്യങ്ങളിൽ ബോംബിടാൻ കരുത്തു പകരുന്നത് ഈ സ്ട്രാറ്റോ ടാങ്കറുകളാണ്. ആകാശത്തെ ഈ കൂറ്റൻ വിമാനങ്ങൾ വെറും യന്ത്രങ്ങൾ മാത്രമല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള സൈനികാധിപത്യത്തിന്റെ പ്രതീകങ്ങൾ കൂടിയാണ്. പൈലറ്റുമാരുടെ അസാമാന്യമായ കഴിവും അത്യാധുനിക സാങ്കേതിക വിദ്യയും സമ്മേളിക്കുന്ന ഈ വിമാനങ്ങൾ തകരുക എന്നത് അചിന്തനീയമായ ഒന്നാണ്. എന്നാൽ ആ അചിന്തനീയമായ ദുരന്തത്തിന് ലോകം സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. 2026 മാർച്ച് 12 ഇറാഖിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ ആകാശത്ത് പുകച്ചുരുളുകൾ ഉയരുകയാണ്. ഒരു വലിയ സ്ഫോടന ശബ്ദത്തിനു പിന്നാലെ ആകാശത്തെ ആ 2 കരുത്തന്മാർ കത്തിയമരുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. യുദ്ധക്കളത്തിലെ ദാഹം തീർക്കാൻ പറന്നുയർന്ന 2 KC-135 വിമാനങ്ങൾ മിന്നൽ പിണർ പോലെ ആകാശത്തു വെച്ച് തകർന്നു. ഒരു വിമാനം തീഗോളമായി മാറി ഇറാഖിലെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലേക്ക് പതിച്ചു. 6 സൈനികർ ഉണ്ടായിരുന്ന വിമാനത്തിൽ നിന്ന് 4 പേരുടെ മരണവാർത്തയാണ് പിന്നീട് പുറത്തു വന്നത്. ലോകത്ത് ഞെട്ടിച്ച ഈ ദുരന്തം എങ്ങനെ സംഭവിച്ചു? ആകാശത്തെ ഈ വജ്രകവചം തകർത്തത് ആരാണ്? ഇതൊരു സാങ്കേതിക പിഴവ് മാത്രമാണോ, അതോ ഇറാന്റെ ചതിയാണോ? ആ നിഗൂഢമായ രഹസ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. ഈ അപകടത്തിൽപ്പെട്ട 2ാമത്തെ വിമാനത്തിന്റെ അതിജീവനം ഏതൊരു സിനിമാ കഥയെയും വെല്ലുന്നതാണ്. ആകാശത്ത് വെച്ചുണ്ടായ കൂട്ടിയിടിയിൽ ആ വിമാനത്തിന്റെ വാലിന്റെ അഥവാ ടെയിലിന്റെ വലിയൊരു ഭാഗം അറ്റുപോയി. വാലില്ലാത്ത ഒരു പക്ഷിയെ പോലെ ആ വിമാനം ആകാശത്ത് ഉലഞ്ഞു. പക്ഷേ പൈലറ്റുമാരുടെ അസാമാന്യമായ ധൈര്യവും കൈകരുത്തും ആ വിമാനത്തെ മരണമുഖത്ത് നിന്ന് തിരികെ കൊണ്ടുവന്നു. കടലിന് മുകളിലൂടെ വട്ടമിട്ടു പറന്ന് ഇസ്രയേലിലെ എയർപോർട്ടിൽ ആ വിമാനം സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്തു. ലാൻഡിങ്ങിന് ശേഷം പുറത്തു വന്ന ചിത്രങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി. 150 ടൺ ഭാരമുള്ള ഒരു വിമാനം വാലിന്റെ ഭാഗമില്ലാതെ പറത്തുക എന്നത് അസാധ്യമായ ഒന്നാണ്. ഇവിടെയാണ് പൈലറ്റുമാരുടെ പരിശീലനവും ആ വിമാനത്തിന്റെ കരുത്തും ലോകത്തിന് ബോധ്യമായത്. എന്തായിരിക്കാം ഈ വൻ ദുരന്തത്തിന് പിന്നിലെ കാരണങ്ങൾ? നമുക്ക് ഈ അപകടത്തെ 3ആയി തിരിക്കാം. ഒന്നാമത്തെ കാരണം ആകാശത്ത് വെച്ച് ഇന്ധനം കൈമാറുമ്പോഴുള്ള പിഴവാണ്. റീഫ്യൂവലിംഗ് എറർ. നമ്മൾ സാധാരണ റോഡിൽ വാഹനങ്ങൾ നിർത്തി പെട്രോൾ അടിക്കുന്നത് പോലെയല്ലേ ഇത്? മണിക്കൂറിൽ 800 കിലോമീറ്ററിലധികം വേഗതയിൽ പറക്കുമ്പോഴാണ് ഒരു വിമാനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇന്ധനം പകരുന്നത്. ഇതിനായി പിന്നിലുള്ള വിമാനം മുന്നിലുള്ള വിമാനത്തിന്റെ തൊട്ടു താഴെയായി വരണം. വെറും ഏതാനും അടി ദൂരം മാത്രം വ്യത്യാസത്തിൽ 2 കൂറ്റൻ വിമാനങ്ങൾ പറക്കുമ്പോൾ ചെറിയൊരു കാറ്റോ പൈലറ്റിന്റെ കൈയൊന്ന് വിറയ്ക്കുകയോ ചെയ്താൽ മതി പിന്നിലുള്ള വിമാനം മുന്നിലുള്ള വിമാനത്തിന്റെ വാലിൽ പോയി ഇടിക്കാൻ. 2ാമത്തെ കാരണം ഇരുട്ടിലെ യുദ്ധമാണ്. യുദ്ധമേഖലകളിൽ ഈ വിമാനങ്ങൾ ലൈറ്റുകൾ അണച്ചാണ് പറക്കുക. ശത്രുക്കളുടെ റഡാറിൽ പെടാതിരിക്കാൻ റഡാർ സിഗ്നലുകൾ ഓഫ് ആയിരിക്കും. കൂരിരുട്ടിൽ റേഡിയോ നിശബ്ദത പാലിച്ച് കണ്ണ് കെട്ടിയതുപോലെ പറക്കുമ്പോൾ സ്വന്തം സേനയ്ക്ക് പോലും വിമാനത്തെ തിരിച്ചറിയാൻ അല്പം പ്രയാസമാക്കും. അത് പലപ്പോഴും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കാറുമുണ്ട്. 3ാമത്തെ സംശയം മിസൈൽ ആക്രമണമാണ്. ഇറാഖിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ വിമാനം വെടിവെച്ചിട്ടു എന്നതായിരുന്നു ആദ്യം വന്ന വാർത്തകൾ. എന്നാൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇത് അപ്പാടെ നിഷേധിച്ചു. ശത്രുവിന്റെ ആക്രമണമല്ല, മറിച്ച് വിമാനങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടിയാണ് അപകടത്തിന് കാരണമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ജോലികളിൽ ഒന്നാണ്. ഇതിനു മുമ്പും സമാനമായ നിരവധി നടക്കുന്ന ഓർമ്മകൾ ചരിത്രത്തിലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ വെച്ച് ഒരു KC-135 ടാങ്കർ വിമാനം ലാൻഡിങ്ങിനിടെ തകർന്നു വീണിരുന്നു. അന്ന് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാവർക്കും ജീവൻ നഷ്ടപ്പെട്ടു. ജപ്പാൻ തീരത്ത് വെച്ച് അമേരിക്കയുടെ തന്നെ ഒരു KC-103 ടാങ്കർ വിമാനവും ഫൈറ്റർ ജെറ്റും ആകാശത്ത് കൂട്ടിയിടിച്ചതും ഒരു കണക്കുകൂട്ടൽ പിഴവായിരുന്നു. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അപകടം നടന്നത് 1966-ലാണ്. ഒരു ബീറ്റ് 52 ബോംബറും KC-135 ടാങ്കറും കൂട്ടിയിടിച്ചപ്പോൾ ആ ബോംബറിൽ 4 ഹൈഡ്രജൻ ബോംബുകൾ ഉണ്ടായിരുന്നു എന്നത് ലോകത്തെ വിറപ്പിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അന്നൊരു ആണവ സ്ഫോടനം ഒഴിവായത്.
ആധുനിക സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നിട്ടും ഇത്തരം അപകടങ്ങൾ തുടരുന്നത് പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ടാണെന്ന് പറയാം. ഒന്ന്, വേക്ക് ടർബുലൻസ്. ഒരു വലിയ വിമാനം പറക്കുമ്പോൾ അത് അന്തരീക്ഷത്തിൽ വലിയ വായു ചുഴികൾ ഉണ്ടാക്കും. ടങ്കറിന് പിന്നാലെ വരുന്ന ഫൈറ്റർ ജെറ്റ് ഈ ചുഴികളിൽ പെട്ടുപോയാൽ അത് നിയന്ത്രണം വിട്ട് ടാങ്കർ വിമാനത്തിലേക്ക് ഇടിച്ചു കയറാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് പൈലറ്റുമാരുടെ ക്ഷീണമാണ്. അഥവാ യുദ്ധസമയങ്ങളിൽ പൈലറ്റുമാർ മണിക്കൂറുകളോളം വിശ്രമമില്ലാതെ വിമാനം പറത്തേണ്ടി വരും. 15-20 മണിക്കൂർ നീളുന്ന ദൗത്യങ്ങളിൽ അവസാന നിമിഷം ഉണ്ടാകുന്ന ഒരു ചെറിയ ശ്രദ്ധ കുറവോ ഉറക്കപ്പിഴവോ മതി ഇത്രയും വലിയ വിമാനങ്ങൾ തകരാൻ. ഈ വിമാനങ്ങളുടെ പിന്നിൽ കാണുന്ന ആ നീളൻ പൈപ്പിനെയാണ് ബൂം എന്ന് വിളിക്കുന്നത്. ഇത് നിയന്ത്രിക്കാൻ ബൂം ഓപ്പറേറ്റർ എന്നൊരു പ്രത്യേക സൈനികൻ തന്നെ ഉണ്ടാവും. കമിഴ്ന്നു കിടന്നുകൊണ്ടാണ് അവർ ഈ ജോലി ചെയ്യുന്നത്. തൊട്ടു പിന്നാലെ വരുന്ന വിമാനത്തിന്റെ ഇന്ധന ടാങ്കിലേക്ക് ഈ പൈപ്പ് കൃത്യമായി ഇറക്കി വെക്കണം. വെറും 10-15 മിനിറ്റിനുള്ളിൽ ആയിരക്കണക്കിന് ലിറ്റർ ഇന്ധനമാണ് ഈ പൈപ്പിലൂടെ ഒഴുകുന്നത്. ഈ സമയത്ത് വിമാനങ്ങൾ തമ്മിൽ ഒന്ന് ഉരസിയാൽ പോലും ആകാശം കത്തിയമരും. എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് ആകാശത്ത് വെച്ച് പെട്രോൾ അടിക്കുന്നത്? ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി നടക്കുന്നത് യൂറോപ്പിലെ ബേസുകളിൽ നിന്നുകൂടിയാണ്. അവിടുന്ന് പറന്നുയരുന്ന F-35, F-16 വിമാനങ്ങൾക്ക് ഇറാൻ വരെ പോയി ബോംബിട്ട് തിരികെ വരാനുള്ള ഇന്ധനം സ്വന്തം ടാങ്കിലില്ല. അതുകൊണ്ടാണ് ടാങ്കർ വിമാനങ്ങൾ ആകാശത്തിങ്ങനെ വട്ടമിട്ട് പറന്ന് ഫ്യൂവൽ അടിക്കുന്നത്. ഇറാനെതിരെയുള്ള ഈ നീക്കം 3 ഘട്ടങ്ങളുള്ള വലിയൊരു യുദ്ധതന്ത്രമാണ്. ഒന്നാം ഘട്ടം ഇറാന്റെ റഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളും ടോമഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുക എന്നതായിരുന്നു. രണ്ടാം ഘട്ടം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളെ ലക്ഷ്യം വെച്ച് അവരുടെ തിരിച്ചടിക്കാനുള്ള ശേഷി ഇല്ലാതാക്കുക എന്നതാണ്. മൂന്നാം ഘട്ടം ആയുധ നിർമ്മാണശാലകളും ആണവ കേന്ദ്രങ്ങളും നശിപ്പിക്കുക എന്നതാണ്. ഈ ദൗത്യങ്ങളിൽ F-15 ഈഗിൾ വിമാനങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് താനും. ഇവയെ ബോംബ് ട്രക്കുകൾ എന്നാണ് വിളിക്കുന്നത്. 28 ബോംബുകൾ വരെ വഹിക്കാൻ ശേഷിയുള്ള ഈ വിമാനങ്ങൾ ഇന്ധനം തീരാറാകുമ്പോൾ ടാങ്കറുകളിൽ നിന്ന് ദാഹം തീർത്ത് വീണ്ടും ആക്രമണം തുടരും. മാർച്ച് 12 നടന്ന ഈ അപകടം നമുക്കൊരു വലിയ പാഠം കൂടി നൽകുന്നുണ്ട്. ആകാശത്തെ ഈ കൂറ്റൻ വിമാനങ്ങൾ വെറും യന്ത്രങ്ങൾ മാത്രമല്ല, അതിനുള്ളിൽ ഇരിക്കുന്നത് രാജ്യത്തിനു വേണ്ടി ജീവൻ പണയം വെക്കുന്ന സൈനികർ കൂടിയാണ്. യുദ്ധമെന്നത് വെറും ആയുധങ്ങൾ മാത്രമല്ല, അത് വലിയ ത്യാഗങ്ങളുടെയും സാഹസികതയുടെയും കൂടി കഥകളാണ്.